ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വാനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 50 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരിച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതിലേക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി കേക്കിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയുടെ വെള്ള ഒരു പാത്രത്തിലേക്കും അതിൻ്റെ മഞ്ഞ മറ്റൊരു പാത്രത്തിലേക്കും മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്കും ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതാ മുട്ടയുടെ വെള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മഞ്ഞ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ 4 മുട്ടയുടെ വെള്ളയും മഞ്ഞയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയുടെ വെള്ളയാണ് ആദ്യം ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊടിച്ചിട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചായിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെയാണ്. ഓയിലും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. അതുപോലെ സ്പീഡിലും ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ
കേക്കിലേക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു തവൻ്റെ മുകളിലായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 20-25 മിനിറ്റൊക്കെ എടുത്തു എനിക്ക് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പിയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.